ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ളത് പൂരിയും അതുപോലെ കിഴങ്ങ് കൊണ്ടുള്ള മസാലക്കറിയും കൂടെയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ രൂപത്തിലായിരുന്നു. അപ്പോൾ ഇന്നലെ ഇരുന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് പരതിയിട്ട് കിട്ടിയ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഫസ്റ്റ് ടൈം തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മൈദമാവും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 2 ടീസ്പൂണ് റവയും അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും അതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കുള്ളതുപോലെ ലൂസായിട്ട് വരരുത്, കുറച്ച് കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇത് ഉരുട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 to 20 മിനിറ്റ് വരെ വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കരുത്. അങ്ങനെ ഒരുപാട് സമയം വെച്ചാൽ ചിലപ്പോൾ അത് അത്രയും പൊങ്ങി വരില്ല. ഉരുട്ടിയ ശേഷം കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ, അല്ലെങ്കിൽ ഹാർഡായിട്ട് പോകും. അങ്ങനെ നന്നായിട്ട് ഉരുട്ടിയ ശേഷം ഓയിലൊക്കെ തേച്ച് ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിട്ടോ. അതെല്ലാവർക്കും അറിയാമല്ലോ, പൂരി മസാല എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുള്ളത് കൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല. പൂരിയുടെ മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ. ഈ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിരുന്നു. എണ്ണയൊന്നും കുടിക്കാതെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ പുതിയ വീട്ടിലെത്തിയ ശേഷം ആദ്യമായിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. എനിക്കും ഭയങ്കര സന്തോഷമായി. ഞാനൊരിക്കലും ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉരുളകളൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു 15 മിനിറ്റിന് ശേഷം അതെടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലിട്ടാണ് പരത്തുന്നത്. കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് വളരെ ഈസിയാണ്. 1 മിനിറ്റ് പോലും എടുക്കുന്നില്ല ഒന്ന് പരത്താൻ വേണ്ടിയിട്ട്. അത്ര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം പരത്തിയെടുക്കുന്നുണ്ട്. പൂരി അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലപ്പം ചുടില്ലേ, ആ ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ ചെറിയ പൂരിയായിരുന്നു. അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. അതുപോലെ ഫ്ലെയിം കുറയ്ക്കരുത്, ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പൊരിച്ചെടുക്കണം. വേണമെങ്കിൽ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ഒന്ന് മീഡിയത്തിലിടാം. അങ്ങനെ ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്തു. നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷമായി. ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിലോ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിലോ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്താൽ മതി. കറക്റ്റ് ഇതുപോലെ ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ പുറത്ത് ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പൂരി. അങ്ങനെ ഞാൻ പകുതി പരത്തി വെച്ചിട്ടാണ് ഞാൻ ആദ്യം ചൂടാൻ നിന്നത്. പക്ഷേ എല്ലാം പരത്തിയിട്ട് ഒരുമിച്ച് ചൂടാവും നല്ലത്. കാരണം നമുക്ക് പൊരിച്ചെടുക്കാനും സമയം വേണ്ട, അതുപോലെ പരത്തിയെടുക്കാനും കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ എനിക്ക് തോന്നുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പൂരിയാണ്. അത്ര ഈസിയാണ് കേട്ടോ. നമുക്കൊരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നതൊഴിച്ചാൽ ഇതിന് സമയം ഒട്ടും വേണ്ട. അതേപോലെ ഇതിൻ്റെ കറി ഉണ്ടാക്കാനും അത്രയും എളുപ്പമാണ്.